ഇലക്ട്രിക്കൽ ഇഗ്നിഷനൊക്കെ ഉള്ള സ്റ്റവാണ്. ഈ കാണുന്നതിൻ്റെ ഗ്യാസ് ലൈൻ നമുക്ക് പറഞ്ഞാൽ മെയിൻ ലൈൻ നമ്മളിവിടെയാണ് കണക്ട് ചെയ്യുന്നത്. ഇറക്കിയിട്ട് സെറ്റ് ചെയ്യണം. ഇവിടെ ഞാൻ കറക്റ്റ് ഇവിടെ ഇറക്കി വെച്ചിട്ടുണ്ട്. അതിനൊക്കെ ഇറക്കി വയ്ക്കുമ്പോൾ അതിൻ്റെ 4 കോർണറും കറക്റ്റ് സീറ്റിംഗ് ആയിട്ട് നമ്മൾ ആ ടേബിളിൽ ടച്ച് ആയിരിക്കണമെന്ന് നിങ്ങൾ നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ 4 ഹോള് കാണാം. ആ ഹോളിൽ 4 അതിൻ്റെ ആ ക്ലാമ്പ് എടുത്ത് വെച്ച് സ്റ്റാറിൻ്റെ സ്ക്രൂ വെച്ച് സ്റ്റാറാണ് സ്ക്രൂ നല്ല രീതിക്ക് ടൈറ്റ് ചെയ്താൽ മതി. നിങ്ങൾ ഇവിടെ കാണാം. ഇത് ഇടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. ഇത് ശ്രദ്ധിച്ചിട്ട് കഴിഞ്ഞാൽ വേറെ പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല. എല്ലാ ചെങ്ങൾക്കും പുതിയ വീഡിയോ ഹാർദമായ സ്വാഗതം. ഇന്ന് നമ്മളൊക്കെ വീട്ടിലുള്ള സ്റ്റവ്, അതായത് കുക്കിംഗ് സ്റ്റവ്, ടേബിളൊക്കെ മേൽ വെക്കുന്ന സ്റ്റവ് ആയിക്കോട്ടെ, ടേബിളെ കട്ട് ചെയ്ത് ഇറക്കി വെക്കുന്ന സ്റ്റവ് ആയിക്കോട്ടെ, ആരെയും സഹായില്ല. നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ഒരു സ്റ്റാറിന്റെയും അതിനൊക്കെ ഒരു ഫ്ലാറ്റ് സ്കൂട്ടർ ഉണ്ടെങ്കിൽ, സ്റ്റാർ സ്കൂട്ടർ ഫ്ലാറ്റ് സ്കൂട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. ഒരു ടെക്നീഷ്യൻ്റെ ആരെയും സഹായമൊന്നും വേണ്ട. അപ്പോൾ വീഡിയോയ്ക്ക് മുമ്പ് ആദ്യമായിട്ട് നിങ്ങൾ എൻ്റെ ചാനലാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ എൻ്റെ അടുത്ത് ബെല്ലൈക്കൻ ആളാക്കാൻ മറക്കരുത്. എന്നാലും ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അവസാനം വരെ കണ്ട് ലൈക്ക് ചെയ്യാൻ മറന്നു. ലൈക്കിനെ കാണാൻ ശ്രമിക്കുക. നിങ്ങൾ അതിനൊക്കെ വലിയ നിർദ്ദേശങ്ങളും കാര്യങ്ങളെല്ലാം അറിയിക്കുക. വീട്ടിൽ നമ്മൾ നേരെ വീഡിയോയ്ക്ക് പോവുകയാണ്. എങ്ങനെയാണ് നമ്മുടെ വീട്ടിലൊരു സ്റ്റവ്, കുക്കിംഗ് സ്റ്റവ് ഫിറ്റ് ചെയ്യുന്നുള്ളത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ ഈ സ്റ്റവാണ് നിങ്ങൾക്ക് നമ്മൾ ഫിറ്റ് ചെയ്ത് കാണിക്കുന്നത്. എങ്ങനെയാണ് സ്റ്റവ് ഫിറ്റ് ചെയ്യാന്നുള്ളത്. ഫർഗോയുടെ ഒരു സ്റ്റവാണ്. നിങ്ങൾ ഇതിൻ്റെ പടം കാണാം. ഇതിനൊക്കെ 5 ബാൻഡറുള്ള ഒരു സ്റ്റവാണ്. ഈ സ്റ്റവാണ് നമ്മളിവിടെ ഫിറ്റ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെ സ്റ്റവ് ഏത് തരത്തിലുള്ള സ്റ്റവായാലും മേടിച്ചാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഫിറ്റ് ചെയ്യാൻ പറ്റും. ഇത് ഇലക്ട്രിക്കൽ ഇഗ്നിഷനൊക്കെ ഉള്ള സ്റ്റവാണ്. ഈ കാണുന്നതിൻ്റെ ഗ്യാസ് ലൈൻ നമുക്ക് പറഞ്ഞാൽ മെയിൻ ലൈൻ നമ്മളിവിടെയാണ് കണക്ട് ചെയ്യുന്നത്. അതിന് ഇപ്പുറ സൈഡിലുള്ളത് അതിൻ്റെ ഇലക്ട്രിക് ലൈനാണ്. ഇത് നമ്മൾ മെയിൻ ലൈൻ ഇവിടെ കണക്ട് ചെയ്യും. അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഇതാണ് നമ്മളെ മെയിൻ ലൈൻ വന്നേക്കണം. പുറത്തുനിന്നുള്ള ഗ്യാസിൻ്റെ മെയിൻ പൈപ്പ് ഇതാണ്. ഇവിടെ മെയിൻ ലൈൻ വന്നിട്ടുണ്ട്. ആ താഴെയിരിക്കുന്ന വാൽവാണ്. അതിനൊക്കെ ഇലക്ട്രിക് ലൈനും ഇത് കണക്കിന് ഇതിൻ്റെ ഒരു ഫ്ലെക്ട് ടോപ്പ് ഉണ്ട്. അതിവിടെ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇലക്ട്രിക് ലൈൻ്റെ പോയിന്റ് ഇവിടെ വലിച്ചിട്ടിട്ടുണ്ട്. ആ പോയിന്റിലോട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നത് നിങ്ങളിവിടെ കാണാം. ഇതാണ് അതിൻ്റെ പോയിന്റ്. ഈ പോയിന്റിലോട്ട് വെച്ചിട്ട് നമ്മൾ ഇലക്ട്രിക് ലൈനും കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഇനി നമുക്കിത് ഇവിടെ കറക്റ്റ് നമ്മൾ കട്ട് ചെയ്ത് കാർപ്പൻറ്റർ വെച്ചിട്ടുണ്ട്. നമുക്കിത് കറക്റ്റ് ചെയ്ത് ഇളക്കി സീറ്റിംഗ് ആയിട്ട് ഇത് ഇറക്കി സെറ്റ് ചെയ്യാം. ഇനി നമുക്ക് സ്റ്റവ് എടുക്കാം. സ്റ്റവ് എടുത്ത് അവിടെ വെച്ചതിന് ശേഷം നല്ല രീതിക്ക് നമുക്ക് ഇവിടെ വെച്ച് അത് സെറ്റ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഇവിടെ സ്റ്റവ് എടുക്കുന്നുണ്ട്. സ്റ്റവ് എടുത്ത് നമ്മളിപ്പോൾ അവിടെ വയ്ക്കാൻ പോകും. വയ്ക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം. അത് കറക്റ്റ് വീണ് പൊട്ടുകയും ചെയ്ത് കറക്റ്റ് തന്നെ കൊണ്ട് വെക്കണത്. നമുക്കിവിടെ നിങ്ങളുടെ കാണാൻ പറ്റും. കറക്റ്റ് ഇത് കണക്ക് ഇത് കറക്റ്റ് ഇറക്കിയിട്ട് സെറ്റ് ചെയ്യണം. ഇവിടെ ഞാൻ കറക്റ്റ് ഇവിടെ ഇറക്കി വെച്ചിട്ടുണ്ട്. അതിനൊക്കെ ഇറക്കി വയ്ക്കുമ്പോൾ അതിൻ്റെ 4 കോർണറും കറക്റ്റ് സീറ്റിംഗ് ആയിട്ട് നമ്മൾ ആ ടേബിളിൽ ടച്ച് ആയിരിക്കണമെന്ന് നിങ്ങൾ നോക്കണം. അതെല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ പൊങ്ങിയിരുന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഒരു കാണാൻ തന്നെ രസം കാണത്തില്ല. അപ്പോൾ അത് നോക്കണം. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കാർപ്പൻ്റെ വിളിച്ച് ജസ്റ്റ് ഒന്നും കൂടെ വന്നത് എന്തെങ്കിലും അതൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇറക്കിയിട്ടാൽ മതി. ഇപ്പോൾ ഇത് കറക്റ്റ് സീറ്റിംഗ് ആയിട്ട് ഇരിക്കുകയാണ് സ്റ്റവ്. നിങ്ങളുടെ കാണുന്നത് ഒരു 5 ബാനറിൻ്റെ സ്റ്റവാണ്. ഇവിടെ 2 ഇപ്പുറ സൈഡിൽ 1 സെൻട്രൽ അങ്ങനെയുള്ള ഒരു 5 ബാനറിൻ്റെ സ്റ്റവാണിത്. അപ്പോൾ ഇവിടെ ഈ കാണുന്നതിൻ്റെ നോബും കാര്യങ്ങളെല്ലാം അത് കണക്ക് തന്നെ നിങ്ങളിവിടെ എൻ്റെ മേലെ അതിൻ്റെ ഒരു നീല കളർ പേപ്പർ കാണാം. ആ പേപ്പർ നമ്മൾ ഇളക്കിയിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ഈ വീട്ടിൽ ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ ഒന്നി അത് പെയിൻറ്റ് വീഴും, അല്ലെന്നുണ്ടെങ്കിൽ ആരെങ്കിലും സ്ക്രാച്ച് ആയി കഴിഞ്ഞാൽ അത് പിന്നെ നമുക്ക് കംപ്ലൈൻ്റ് ആയിട്ട് വരും. അതുകൊണ്ട് നിങ്ങൾ യൂസ് ചെയ്യുന്നതിന് മുമ്പേ, തീ കത്തിക്കുന്നതിന് മുമ്പേ നിങ്ങൾ അതിൻ്റെ പേപ്പർ എല്ലാം ഇളക്കി കളയേണ്ടതാണ്. അതിനുശേഷം നിങ്ങളിവിടെ കാണാം. ഇതാണ് അതിൻ്റെ ബാനറും കാര്യങ്ങളൊക്കെ. അതിപ്പോൾ അവിടെ ഇരിപ്പുണ്ട്. നമുക്ക് ഇനി ഇതിൻ്റെ ഒരു 4 നിങ്ങളിവിടെ കാണാം 4 ക്ലാമ്പ് ഉണ്ട്. ആ ക്ലാമ്പ് വെച്ചിട്ട് നമ്മൾ ടൈറ്റ് ചെയ്യണം. ഇത് വെച്ച് ടൈറ്റ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ നമ്മൾ പാത്രമൊക്കെ വെക്കുമ്പോൾ സ്റ്റവ് കിടന്ന് കുലുങ്ങാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ 4 ഹോള് കാണാം. ആ ഹോളിൽ 4 അതിൻ്റെ ആ ക്ലാമ്പ് എടുത്ത് വെച്ച് സ്റ്റാറിൻ്റെ സ്ക്രൂ വെച്ച് സ്റ്റാറാണ് സ്ക്രൂ നല്ല രീതിക്ക് ടൈറ്റ് ചെയ്താൽ മതി. ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ സ്റ്റവ് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും അനങ്ങത്തില്ല. അപ്പോൾ ഞാനത് വെച്ചിട്ട് ടൈറ്റ് ചെയ്യാൻ പോവുകയാണ്. അതേ കണക്ക് തന്നെ നിങ്ങളും വെച്ചിട്ട് സ്ക്രൂ വെച്ച് നല്ല രീതിക്ക് ടൈറ്റ് ചെയ്ത് എടുത്താൽ മതി. ഞാൻ ഇപ്പോൾ 4 സൈഡും നല്ല രീതിക്ക് തന്നെ ടൈറ്റ് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി അതിനുശേഷം നമുക്കതിൻ്റെ ബാക്കിയുള്ള പണികളൊക്കെ നോക്കാം. ഇനി അടുത്ത് എന്താണ് സെറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഇനി നമ്മൾ ഇപ്പോൾ സെറ്റ് ചെയ്യാൻ ഇപ്പോൾ അതിൻ്റെ പൈപ്പ് ഓൾറെഡി ഗ്യാസിൻ്റെ പൈപ്പ് നമ്മൾ കണക്ട് ജൂബിലി ക്ലിപ്പ് ഇട്ട് നല്ല രീതിക്ക് ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ജൂബിലി ക്ലിപ്പ് ഉപയോഗിച്ച് ടൈറ്റ് ചെയ്യണം. ലീക്കൊന്നും വരാൻ പാടില്ല. ജൂബിലി ക്ലിപ്പ് ഉപയോഗിച്ച് നല്ല രീതിക്ക് ടൈറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ അതിൻ്റെ പണിയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇലക്ട്രിക് കേബിൾ നമ്മൾ ആ പവറിൽ പിടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേലത്തെ ബാനറും കാര്യങ്ങളൊക്കെ ഇടാം. നിങ്ങൾ ഇവിടെ കാണാം. ഇത് ഇടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. ഇത് ശ്രദ്ധിച്ചിട്ട് കഴിഞ്ഞാൽ വേറെ പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല. അതിലൊരു വൈറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൻ്റെ ഇഗ്നേഷൻ്റെ കോയിലാണ്, സ്പാർക്കിംഗ് കോയിൽ. അപ്പോൾ ഇതിലൊരു ഹോൾ ഉണ്ട്. ആ ഹോൾ വരുന്ന രീതിക്ക് തന്നെ നിങ്ങളത് കറക്റ്റ് അതിലോട്ട് ഇറക്കിയിട്ടാൽ മതി. ഇതേ കണക്ക് അതിനകത്ത് ഇറക്കിയിട്ടാൽ മതി. അതിനുശേഷം അതിൻ്റെ മേലത്തെ ബേസും കൂടെ കിട്ടി കഴിഞ്ഞാൽ ആ ഒരു ബാനറിൻ്റെ പണി കഴിഞ്ഞ് ഇത് കണക്കുള്ള ബാക്കിയുള്ള ബാനറുണ്ട്. നമുക്ക് ഇത് കണക്ക് തന്നെ ഇട്ടങ്ങ് സെറ്റ് ചെയ്യാം.
ഇപ്പോൾ സ്റ്റൗവിൻ്റെ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മളൊരു സ്റ്റവ് ഫിറ്റ് ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് ഞങ്ങൾക്ക് നമ്മളെ ഫാമിലി മെമ്പേഴ്സിന് അറിഞ്ഞൂടെന്ന് പറയണ്ട, ഇത്രയേ ഉള്ളൂ ഫിറ്റ് ചെയ്യാൻ. നിങ്ങളെ വലിയ സ്റ്റവൊക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ഇതിനൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മളിത് ഗ്യാസ് കൊടുത്തിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഇത് പുതിയൊരു വീടാണ്. അതായത് 4 ഫ്ലാറ്റാണിത്. അതിലെ സ്റ്റുഡിയോ ഫ്ലാറ്റാണ്. അപ്പോൾ അതിലെ ഒരു കിച്ചണാണിത്. ബാക്കിയുള്ള കിച്ചൻ്റെ പണി നമുക്ക് ബാക്കിയുള്ളതുകൊണ്ട് ഞാൻ അതിൻ്റെ ഇത് കത്തിക്കുന്ന വീഡിയോ ഞാൻ ഇത് കാണിക്കുന്നില്ല. ഇനി വേറെ ഒന്നുമില്ല, നമ്മൾ സ്റ്റൗവിൽ ഗ്യാസ് കുറ്റി കൊടുത്തിട്ട് ലെവലേറ്റർ വെച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ സ്റ്റൗ കറക്റ്റ് വർക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ എൻ്റെ അടുത്ത ബെല്ലൈക്കൻ അടക്കാൻ മറക്കരുത്. എന്നാലും ഞാൻ ചെയ്യുന്ന പുതിയൊരു വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റും നമുക്ക് അടുത്തടുത്ത വീഡിയോ ചെയ്യാൻ പ്രചോദനം. അപ്പോൾ നല്ലൊരു വർക്കുമായിട്ട് വീണ്ടും നമുക്ക് അടുത്ത വീഡിയോ കാണാം.